നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ റിയാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു ലക്ഷ്യത്തെയും ഇനി മുതൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നതിനായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൻ്റെ വ്യക്തമായ മെൻ്റൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെൻസറി ഓർഗൻസിനെ പൂർണ്ണമായും ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൻ്റെ എൻഡ് റിസൾട്ടും അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കേണ്ടതും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റിയിലേക്ക് വന്ന് ചേരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മൈൻഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് തന്നെ 2 പാർട്ടായിട്ടാണ്. ഒന്ന് കോൺഷ്യസ് മൈൻഡും 2 സബ് കോൺഷ്യസ് മൈൻഡും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോൺഷ്യസ് മൈൻഡ് ചെറുതാണ്, സബ് കോൺഷ്യസ് മൈൻഡ് വലുതാണ് എന്ന്. കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് തിങ്ക് ചെയ്യാനുള്ള കഴിവില്ല. ഏതാണ് നല്ലത് ഏതാണ് മോശമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഏതാണ് സത്യാവസ്ഥ എന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, റിപ്പീറ്റഡായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും അതിൻ്റെ മെൻ്റൽ ഇമേജസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഔട്ടർ വേൾഡിലേക്ക് തരികയും ചെയ്യും. അത് നല്ലതാണെങ്കിൽ നല്ല രീതിയിലും മോശമാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ടാവുക. വിഷ്വലൈസേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത് ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. അടുത്ത 21 ഡേയ്സോ അല്ലെങ്കിൽ 90 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വിഷ്വലൈസേഷൻ ചെയ്യണം. കാരണം ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ള ഒരുപാട് കാര്യങ്ങളെ പ്രോഗ്രാമിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. റിപ്പീറ്റഡായിട്ട് നിങ്ങൾ മെൻ്റൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് റിയൽ ആണെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഇമേജസും 10 സെക്കൻഡെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ഉപയോഗിക്കുക. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ടച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ സ്മെല്ല് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ആ ഒരു വിഷ്വലൈസേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ആ ഒരു വിഷ്വലൈസേഷനിൽ ഇമോഷൻസും പോസിറ്റീവായിട്ടുള്ള എനർജിയും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഓരോ ദിവസങ്ങൾ ഈ ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ വളരെയധികം കോൺഫിഡൻസ് കൂടിക്കൂടി വരുന്നതായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഡ്രീമിൽ ഒരു ഡ്രീം കാറ് വാങ്ങണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാറ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അതിൻ്റെ പിക്ചറൊക്കെ എടുത്തു വെച്ചു. എനിക്കിതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ നിരന്തരമായി ആ ഒരു
വെഹിക്കിൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ആ ഒരു കാര്യം വിഷ്വലൈസേഷൻ ചെയ്യുകയാണ് എങ്കിൽ, നിങ്ങൾക്കത് റിയാലിറ്റിയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൈൻ കിട്ടിത്തുടങ്ങും. നിങ്ങളൊരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിരന്തരമായ ആ ഒരു കാര്യം കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഒരു ഇമേജ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങുകയോ അല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെയെല്ലാം നോക്കുന്നോ അവിടെയെല്ലാം അതിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. കാരണം ആ ഒരു കാര്യത്തിലേക്ക്, ആ പെർട്ടിക്കുലർ ആയുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നതും. ഒരു കാര്യം വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് വ്യക്തതയോടുകൂടെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം കാർ ഏതാണോ, നിങ്ങൾ ആ കാറ് വാങ്ങുന്നതായിട്ടും നിങ്ങൾ ആ കാറ് ഡ്രൈവ് ചെയ്യുന്നതായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള സ്മെല്ലും അതെങ്ങനെ ടച്ച് ചെയ്ത് അത് ഫീൽ ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചറിൽ നടത്താൻ പോകുന്ന യാത്രകൾ, ആ കാറ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നാൾ കൂടെ ഉണ്ടായിരിക്കുന്നതായിട്ട്, ആ ഒരു വെഹിക്കിൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഹാപ്പിനെസ്സോടു കൂടിയാണ് ജീവിക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തതയോടുകൂടി വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാറ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുക. ആ ഒരു ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു വിഷ്വലൈസേഷനിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങളെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഓരോ 10 സെക്കൻഡിലും ഓരോ ഇമേജസായി ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ ആ ഒരു കാര്യം റിയാലിറ്റിയിലേക്ക് വരും. ഇതുപോലെ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. ബെറ്റർ ആയിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു ജോബ് നേടിയെടുക്കുന്നതിനായിട്ട്, ഒരു ഡ്രീം ഹോം ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്ലേസ് കണ്ടെത്തി അവിടെ റിലാക്സ് ആയി ഇരുന്നതിന് ശേഷം ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് നിങ്ങളുടെ മൈൻഡിനെ ആദ്യം കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ ഒരു 4-5 പ്രാവശ്യം ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം മൈൻഡും ബോഡിയും ഒക്കെ റിലാക്സ് ആയി കഴിയുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമാണോ ആ ഒരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തുകൊണ്ട് ഇമാജിനറി റിയലിസ്റ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നത് പോലെ വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇതിന് ബെറ്റർ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ എണിച്ച ഉടനെയോ രാത്രി ബെഡിലേക്ക് പോകുന്നതിന് മുമ്പോ ആണോ. അല്ലാതെ നിങ്ങൾക്ക് ഏതൊരു ടൈമിൽ വേണമെങ്കിലും വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ മൈൻഡിനെ നല്ല രീതിയിൽ കാം ആൻഡ് കൂളാക്കിയതിന് ശേഷം മാത്രം വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ അതിരാവിലെ ഉണർന്ന സമയത്തും നൈറ്റ് ബെഡിലേക്ക് പോകുന്നതിന് മുമ്പുമാണ് എങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ആക്റ്റീവായിരിക്കുന്ന സ്റ്റേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരമായി റിപ്പീറ്റഡായി കാണുന്ന വിഷ്വലൈസേഷൻ, നിങ്ങൾ റിപ്പീറ്റഡായി ചെയ്യുന്ന ദൃശ്യവൽക്കരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും അത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഫിയർ എങ്ങനെ നമുക്ക് വിഷ്വലൈസേഷനിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും? ഇത് അടുത്ത 21 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടെ നിങ്ങൾ എവിടെയാണോ ആ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്ത്
പ്രസൻറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങളൊരു സ്റ്റേജിന് പകരം അവിടെ എന്തെങ്കിലും ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ അത് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾ നിൽക്കുക. അതിനുശേഷം മൈക്കിന് പകരം മറ്റേതെങ്കിലും ഒരു വസ്തു എടുക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പേരിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുക. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുന്നതായിട്ട് അവിടെ ആക്ട് ചെയ്യുക. നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പേര് ഇരിക്കുന്നതായിട്ട് നിങ്ങളുടെ പൂർണ്ണ ഇന്ദ്രിയങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലിസൺ ചെയ്യേണ്ടതും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വിഷ്വലൈസ് ചെയ്യുക. ഇത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അപ്രീഷിയേഷൻ അടക്കം വിഷ്വലൈസേഷൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻസോടു കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ മാത്രമാണ് സാധ്യമാവുകയുള്ളൂ. ഒറ്റ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നർത്ഥം. നിരന്തരമായി ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അതിൽ പെർഫെക്റ്റായി തീരും. നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻറ്റോടുകൂടെ എനർജറ്റിക്കായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള ഏതൊരു കാര്യവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ സിമ്പിളായിട്ട് തന്നെ നേടാൻ സാധിക്കട്ടെ.